ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു പഴം കൊണ്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ശരി, വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് ഇതാ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. 250 കപ്പിന് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. കൂടെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, അല്പം ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാ ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല. ഇനി നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 3 നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ 6 പീസ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ പഴത്തിൽ നിന്ന് ഓരോ പീസ് ഇതുപോലെ എടുത്തിട്ട് ഈ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഇതാ ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതാ ഞാനിപ്പോൾ നല്ല പോലെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പഴവും നമുക്ക് മൊത്തം ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാ ഞാനിപ്പം പഴം മൊത്തം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓയിൽ നല്ല പോലെ ചൂടായി വരണം. ഓയിൽ നല്ല പോലെ ചൂടായതിന് ശേഷം ഇതുപോലെ ഓരോ പഴത്തിൻ്റെ പീസ് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയെ. ഒരുപാട് തീ കുറച്ച് വെച്ച് കൊടുക്കുമ്പോൾ എണ്ണ കുടിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഇതിപ്പം ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. അങ്ങനെ ഇതാ പഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അകംഭാഗം നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.